പ്രൈസ് ദി ലോർഡ്. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. കർത്താവിൻ മഹത്വം ആർക്കുഹൻ ദിക്കാം കർത്താവിൻ തേജസ്സേ ആർക്കുവസിക്കാം. വിശുദ്ധൻ പരിശുദ്ധനെ മഹത്വത്തിൻ നാമത്തിലെ വിശുദ്ധിയിൽ ഭയങ്കരമേ വണങ്ങുന്നു തിരുസന്നിധേ. വിശുദ്ധൻ പരിശുദ്ധനെ മഹത്വത്തിൻ നാമത്തിലെ വിശുദ്ധിയിൽ ഭയങ്കരമേ വണങ്ങുന്നു തിരുസന്നിധേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുമാറ്റപ്പിടെ ഉയർത്തിയിടുന്ന തിരുമാറ്റമതിലോ നീ മാത്രം യേശുവേ. ഉയർത്തിയിടുന്ന തിരുമാറ്റമതിലോ നീ മാത്രം യേശുവേ. കർത്താവിൻ മഹത്വം ആർക്കുവസിക്കാം കർത്താവിൻ തേജസ്സേ ആർക്കുവസിക്കാം. നീ മാത്രം തുല്യനായി നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. നീ മാത്രം തുല്യനായി നീ മാത്രം യേശുവേ. നീ മാത്രം യേശുവേ. കാണുന്നു ഞാൻ കാൽവരി മാമല കുന്തമോന കൊണ്ടത് വേല ചെയ്ത കൂലിയാണ്. കുന്തമോന കൊണ്ടത് വേല ചെയ്ത കൂലിയാണ്. ചാട്ടവാറടികളൊക്കെയും ആ മാർവിലല്ലയോ വീണത്. ചാട്ടവാറടികളൊക്കെയും ആ മാർവിലല്ലയോ വീണത്. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുൻപിലായി. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുൻപിലായി. കേണിടുന്നു രക്ഷകൻ തൻ പിതാവിനോടൊന്നായി. കേണിടുന്നു രക്ഷകൻ തൻ പിതാവിനോടൊന്ത്യമാ. ഏലോഹി ഏലോഹി ശമ്മാ ശബക്താനി. ഏലോഹി ഏലോഹി ശമ്മാ ശബക്താനി. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുൻപിലായി. കാണുന്നു ഞാൻ കാൽവരി മാമല ക്രൂശൻ കൺമുൻപിലായി. അനുഗ്രഹിക്കപ്പെട്ട ഗാനത്തിന് സ്തോത്രം. പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു സ്പെഷ്യൽ പ്രോഗ്രാമായി ബ്രദർ അനീഷ് ജോണിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ആടുകളുടെ ശബ്ദം തിരിച്ചറിയുന്ന ഇടയനായിരുന്നു. പക്ഷേ ഇടയൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് PAPA സെക്രട്ടറിക്ക് വിളിക്കാം. വാ 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 എല്ലാവരും കൈയടിച്ചോ. എന്താ സംഭവം വെച്ചാൽ സിമ്പിളാണ്. വരണവർക്ക് ആർക്കും ഒരു പണി തരില്ല. സൗമ്യയുടെ പോലെ ഞാൻ പറ്റിക്കില്ല. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് കുറച്ച് പേർക്ക് വരാം. ആണുങ്ങളുടെ സൈഡിൽ നിന്നും പെണ്ണുങ്ങളുടെ സൈഡിൽ നിന്നും. ബസ്സിൽ കണ്ണടച്ചിരിക്കുക കേട്ടോ, ആരും കാണരുത്. അപ്പോൾ പ്രോഗ്രാം ഇതാണ്. കുറച്ച് പേര് ഇപ്പോൾ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സൗണ്ട് തിരിച്ചറിഞ്ഞ് ഇവരുടെ പേര് പറയണം.
സെക്രട്ടറി. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഗ്രാം. ഇവരുടെ സൗണ്ട് കേട്ടിട്ട് ഇവരാരാന്ന് തിരിച്ചറിയേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. വെസ്ലി ശ്രദ്ധിച്ചോട്ടോ സൗണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി പറഞ്ഞോ, ഒന്നുകൂടി. പ്രൈസ് ദി ലോർഡ്. പോളുടനാണോ? യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒന്നുകൂടി പറഞ്ഞ. യഹോവന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സഞ്ജു. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും പറയേ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അറിയില്ല. മനമേ ഇനി വ്യാകുലം. ഷെറിൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. വെസ്ലി. പ്രൈസ് ലോർഡ്. പ്രവീൺ. പ്രവീണാണോ? ശബ്ദം കറക്റ്റായി മനസ്സിലാക്കുക. വെസ്ലേട്ടാ മര്യാദയ്ക്ക് പറ. ജെഫിൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അറിയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു. ബ്ലസ്സി. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും അടുത്തും അവൻ്റെ സ്തുതിയെ. ജിനിമോ. പ്രൈസ് ദി ലോർഡ്. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴിയിൽ നടക്കുക. അദീന. പ്രൈസ് ദി ലോർഡ്. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. ലോയിസ്. അപ്പോൾ അടിപൊളിയുണ്ട്. വെസ്ലി വിജയിച്ചിരിക്കുന്ന എല്ലാവരുടെ പേരും പറഞ്ഞു. നല്ലൊരു സെക്രട്ടറി എന്ന്. വെസ്ലിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഭാവിയിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെ ശബ്ദമൊക്കെ പഠിച്ചു വയ്ക്കുക. എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ദൈവം നടത്തിയ വഴികളാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ബലപ്പെടുത്തുന്നു, നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ബ്രദർ KL ജോഷിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം വെസ്ലി എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു പുതിയൊരു ഐറ്റമാണ് ജോഷി അത് നിർവഹിക്കണം എന്ന് പറയാൻ തക്ക ഇടയായി തീർന്നു. ഞാൻ മടി കാണിച്ചു. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റൊരുക്കൊരു പ്രയോജനമായി തീരണമെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. ദൈവം സഹായിക്കട്ടെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ ചെറിയ അനുഭവ സാക്ഷ്യമാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വിസ്തരിച്ചും ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ചെറിയൊരു തോതിൽ പറഞ്ഞിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് ജോഷി. എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എൻ്റെ കൊച്ചുനാളിലത്തെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനായിരുന്നു. വളരെ കൊച്ചിൽ തന്നെ എൻ്റെ ഈ ഒരു സൈഡിൽ ഒരു കുരു അനുഭവപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അത് വലുതായി ആ കുരു പൊട്ടി വളരെ പ്രയാസമായി തീർന്നു. ആ കുരിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനായിട്ട് ഒരു കുപ്പി മരുന്ന് വേണമെന്നാണ് എൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അത് രോഗം മാറി, ഞാൻ എൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറി വന്നു. ഞാൻ പൈതലായി അവിടുന്ന് വളർന്നു, യൗവനക്കാരനായി തീർന്നു. ആ സമയത്താണ് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീർന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ കാച്ചിരുവിലാണ് താമസിച്ചിരുന്നത്. മരക്കമ്പനിയുടെ ബാക്കിൽ ഒരു ചെറിയ കുടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ മാറി ഞങ്ങൾക്ക് അവിടുന്ന് കാച്ചിരുവിൽ തന്നെ ലക്ഷം വീട് എന്ന് പറഞ്ഞ സ്ഥലം കിട്ടി. അവിടെ വന്ന് താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് ഞങ്ങളുടെ അടുത്ത ഒരു ഭവനത്തിൽ ആ വീട് സഹോദരിമാർ മാത്രമാണുള്ളത്. ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ വളരെ സ്നാനപ്പെട്ടാണെങ്കിലും വളരെ ദോഷകരമായ ജീവിതത്തിൽ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അവരുടെ വീട്ടിൽ വെച്ച് ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. 41 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥന നടന്നത് നമ്മുടെ ഇവിടെ കടന്നു വരുന്ന PJ ടോണി എന്ന് പറഞ്ഞ സഹോദരൻ്റെ അമ്മയാണ് അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. ആ സഹോദരി വളരെ ഭൂതബാധ അനുഭവിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയൊരു സഹോദരിയാണ്. അവിടുന്ന് വന്ന് ആ സഹോദരിക്ക് ദൈവം വിടുതൽ കൊടുത്തു. അതിന് ശേഷമാണ് അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീർന്നത്. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ എനിക്കൊരു
ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥനയ്ക്ക് സംബന്ധിപ്പാനിടയായിത്തീർന്നു. പാട്ടുകൾ പാടും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ദേവസേനയിലേക്ക് കടന്നു വരാനിടയായിത്തീർന്നത്. അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ 2/3/1979 എൻ്റെ സ്നാനം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ സ്നാനപ്പെട്ട ദേവദാസൻ നമ്മുടെ ആണ്ടർമൻ അമ്മണി സഹോദരിയുടെ മകൻ ജോൺസൺ പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തങ്കമണിയച്ചിയുടെ ആങ്ങള എന്നെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ സ്നാനപ്പെടുത്തി ഞാൻ ദൈവകൃപയിൽ നിൽപ്പാൻ ഇടയായിത്തീർന്നു. ഞാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ സ്നാനപ്പെട്ടത്. അവിടെ നിന്ന് സ്നാനത്തിന് ശേഷം എൻ്റെ മാതാപിതാക്കന്മാരെ, എൻ്റെ സഹോദരങ്ങളെല്ലാം രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായിത്തീർന്നു. ഞങ്ങളൊരു 10-12 പേര് സ്നാനപ്പെട്ടതാണ്. ആ സ്നാനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഓമന സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഇപ്പോൾ നിത്യയിൽ പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ആ സഹോദരി മുഖാന്തരം ഞാൻ ഇവിടെ സ്നാനത്തിനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റാരുമല്ല, മരിച്ചുപോയ ത്രേസ്യാമ്മച്ചിയായിരുന്നു എന്നെ ആ സഹോദരിയുടെ ഒരു പ്രവർത്തനത്തിൽ കൂടിയാണ് ഞാൻ അവിടെ സ്നാനപ്പെട്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഭവനമൊക്കെയും ആ സഹോദരി കീഴിൽ സാക്ഷ്യത്തിൻ്റെ പേരിലാണ് എൻ്റെ ഭവനമൊക്കെ സ്നാനപ്പെട്ടത്. മറ്റു ആരും അല്ല, ഈ ത്രേസ്യാമ്മച്ചിയാണ് എന്നെ സ്നാനത്തിലേക്ക് ഇറങ്ങുവാനുള്ള ആഹ്വാനം ചെയ്തതൊക്കെ. ഞങ്ങളങ്ങനെ ദൈവകൃപയിൽ വളർന്നു വന്നു. ഞങ്ങൾ സ്നാനപ്പെട്ടു ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വളർക്കാവിലുള്ള ഒരു സഭ ചർച്ചിലായിരുന്നു ഞങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോയിരുന്നത്. ആരാധന നല്ല അനുഗ്രഹമായിരുന്നു. ആരാധിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ പോലെ അല്ലായിരുന്നു. കഴിയുമ്പോൾ 2-2:30 ആവും ആരാധന കഴിയുമ്പോൾ. ആരാധനയിൽ വളരെ സന്തോഷമായിരുന്നു. ഇന്ന് നാം സന്തോഷിക്കുന്നതിൽ വളരെ സന്തോഷമായിരുന്നു ദൈവമക്കളെ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സേവിപ്പാൻ ആരാധിക്കാനൊക്കെ ദൈവം എനിക്കിടയായി തീർന്നു. തുടർന്ന് അവിടുന്ന് എൻ്റെ പഠനത്തോട് കൂടിയിരുന്നു. ഞാൻ പഠിച്ചു, ദൈവസേനയിൽ നിലയിൽ ഇടയായി തീർന്നു. ഞാൻ ആത്മസ്നാനം പ്രാപിച്ചതിന് ശേഷമാണ് വളരെ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൽ വളരെ എതിർപ്പുകളായിരുന്നു. ഇവിടെ വന്നിരുന്ന ജോയാണായിരുന്നു കൂടുതൽ എതിർപ്പ്. എന്നാൽ ആ ചേട്ടനായിരുന്നു എന്നെ കൂടുതലും നോക്കിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോയതും ആ ജ്യേഷ്ഠനാണ്. മറ്റെല്ലാവരും ജ്യേഷ്ഠന്മാരും ഞങ്ങളെ ഒന്നിച്ച് ജീവിച്ചു. എന്നാൽ ഇതുവരെയും ദൈവം വഴി നടത്തി. ഞങ്ങളെ ദൈവം നടത്തിയ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അതൊന്നും പറഞ്ഞാൽ കഴിയില്ല. ഞാൻ ചെറുതായി പറഞ്ഞാണ് എൻ്റെ സാക്ഷ്യം. ദൈവജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എളിസാക്ഷി ഇരുന്നു. കേട്ട അനുഭവ സാക്ഷ്യത്തിന് അദ്ദേഹത്തിന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയ പ്രിയ സഹോദരന കുടുംബം എത്രത്തോളം ദൈവസഭയ്ക്കും ദൈവത്തിന് പ്രയോജനപ്പെടും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതാണ്. ഇനിയും ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. അതിനായി സിസ്റ്റർ അതിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും പ്രിയ കർത്തദാസനും ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ ചില ജീവികളുടെ ചിത്രങ്ങൾ കാണിക്കും. ആ ചിത്രങ്ങൾ വരുന്ന വാക്യം ബൈബിളിൽ നോക്കി വായിക്കാം. എക്സാമ്പിൾ ഇതിട്ടാ. ഫസ്റ്റ് ചിത്രം മാൻ. അതാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായില്ലേ? റെഫറൻസ് പറ്റുന്നെങ്കിൽ പറയാം. ഇതിൽ ഞാൻ ഉത്തരം പറയാട്ടെ. റെഫറൻസ് സങ്കീർത്തനം 42:1 പറഞ്ഞത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ. നെക്സ്റ്റ് പിക്ചർ ഡോഗ് അല്ലെങ്കിൽ നായ. ആകാത്ത വേലക്കാരി സൂക്ഷിക്കുന്നു. മത്തായി 15:26 കേട്ടോ വാക്യം. സങ്കീർത്തനം 59:14 വായിച്ചിട്ടോ. നെക്സ്റ്റ് പിക്ചർ പശു. ജ്യോതിയേച്ചി ആദ്യം പറഞ്ഞു കേട്ടോ. ജ്യോതിയേച്ചി റെഫറൻസ് പറഞ്ഞേ. നെഹമ്യാവിൽ ഞാൻ ഇതിൽ എഴുതിയാണ്ട് യെശയ്യാവ് 11:7 കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് റെഫറൻസ് പറയണമെന്ന്. റെഫറൻസ് കിട്ടണില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ബൈബിള് നേർത്തി നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞത് അതാ. അല്ലെങ്കിൽ ഞാനിതിൽ എഴുതി കൊണ്ടുവന്ന റെഫറൻസ് ഞാൻ വായിക്കും. നെക്സ്റ്റ് പിക്ചർ കഴുകൻ. റെഫറൻസ് നോക്കി വാക്യം വായിക്കണം. വായിച്ചോ, വാക്യം വായിച്ചോ. കേട്ടോ. നെക്സ്റ്റ് പിക്ചർ കുക്ക്. റെഫറൻസ് പറയണം, വാക്യം വായിക്കണം. യെശയ്യാവ് 8:7 കേട്ടോ. വായിച്ചത് ബ്ലെസ്സി. നെക്സ്റ്റ് പിക്ചർ ബാറ്റ് അല്ലെങ്കിൽ നരിച്ചീർ.
കിട്ടണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. യശയാവിലുണ്ട്, യശയാവ് 2-ാം അധ്യായത്തിൽ 21-ാം വാക്യം. ജെഫീൻ പറഞ്ഞു. വാക്യം വായിച്ചോ. ശരി, അടുത്തത് നെക്സ്റ്റ് പിക്ചർ. ഓസ്ട്രിച്ച് അല്ലെങ്കിൽ ഒട്ടകപക്ഷി. ആവർത്തനത്തിലുണ്ട്, ആവർത്തനം 14. വായിച്ചോ മോനെ. ഇയ്യോബ് 31 കേട്ടോ വായിച്ചത് ആൻസർ. നെക്സ്റ്റ് പിക്ചർ. മൂങ്ങ, ഓളല്ല മൂങ്ങ. ആരോ വായിച്ചുല്ലോ, അവിടെ വായിച്ചു, ബ്ലെസ്സി വായിച്ചു. സങ്കീർത്തനം 102:6 കേട്ടോ. നെക്സ്റ്റ് പിക്ചർ. തേനീച്ച. സങ്കീർത്തനത്തിലുണ്ട് 118. 12. ആരെ പറഞ്ഞല്ലോ? ജിനമോൻ. സങ്കീർത്തനം 118:12 കേട്ടോ. നെക്സ്റ്റ് പിക്ചർ. ചിവീട്. ലേവ്യയിലുണ്ട്, ലേവ്യ 11. അതെ വായിച്ചു കേട്ടോ അവിടെ. ലേവ്യ 11:22. ആംനൽ. നെക്സ്റ്റ് പിക്ചർ. ഇത് സിമ്പിളാട്ടോ. ആട്. യോഹന്നാൻ 10:11. ആരോ. നെക്സ്റ്റ് പിക്ചർ. കോഴി. ഇവിടെ പറഞ്ഞു കേട്ടോ. മത്തായി 26:34. മോളുടെ പേര് പറഞ്ഞേ. ഏഗ്നൽ. നെക്സ്റ്റ് പിക്ചർ. പ്രാവ്. റെഫറൻസ് പറയേ. സങ്കീർത്തനം 68:13 ലിസേച്ചി പറഞ്ഞു കേട്ടോ. ഒരു പിക്ചറും കൂടി ഉണ്ട്. ഇതാർക്കാ പറയാൻ പറ്റുക? പറയാൻ പറ്റുമോ? പൂച്ച. കറക്റ്റ് ആൻസർ ലോവിസ് പറഞ്ഞു. ബൈബിളിൽ പൂച്ചേനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ സഹകരിച്ച എല്ലാവർക്കും നന്ദി. ലിസ ചേച്ചിയാണ് ഇന്നത്തെ വിന്നർ. മുന്നോട്ട് കടന്നു വരാൻ സമ്മാനം സ്വീകരിക്കാം. അടുത്തായ ഒരു പാട്ട് ഡോക്ടർ അനിത സിസ്റ്റർ ക്ഷണിക്കുന്നു. മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ സിസ്റ്ററെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായി ഒരു തോട്ടാണ്, അത് ഷെയർ ചെയ്യാനായി സിസ്റ്റർ ഏഞ്ചലിനെ ക്ഷണിക്കുന്നു. Praise Lord. Greetings to all in the matchless name of Jesus Christ, and praise God and thank God for giving this opportunity to respected Pastor Uncle and PYPA members and everyone. Praise the Lord. സ്തോത്രം. ഇന്നത്തെ ഒരു ചെറിയ ചിന്താ വിഷയത്തിന് എടുക്കുന്നത് അടയാളം എന്ന ടോപ്പിക്കാണ്. അടയാളം ഓർ സയൻസ്. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ അടയാളങ്ങളുടെ ലാംഗ്വേജിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിഡൻസ് ഇൻ എ വേൾഡ് വിത്തൗട്ട് എവിഡൻസ് for the world says to us that in everything we need evidence. അപ്പോൾ ദൈവം നമ്മളോടും അടയാളങ്ങൾ കൂടിയും സംസാരിക്കുന്നുണ്ട്. ബട്ട് അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ വിശ്വാസത്തിലും മുന്നേറണമെന്നും ദൈവം ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൈവത്തിന് അടുത്തേക്ക് പോകുന്ന പാതയിൽ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ ആത്മീകമായിട്ടുള്ള പല ശത്രു നമ്മൾ ഇന്ന് സങ്കീർത്തനത്തിൽ കേട്ട പോലെ ദൈവത്തിൽ നിന്ന് അകലുവാൻ വേണ്ടിയുള്ള പാതയിൽ നടക്കേണ്ടതിന് പല ഡിഫറെൻറ്റ് അടയാളങ്ങൾ വെച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ കുറുവാക്യമായിട്ട് ഞാൻ എടുക്കാൻ നോക്കുന്നത്
2 ദിനവൃത്താന്തം 32:7-8. ഇതിലെ ഹെസക്കിയ രാജാവ് പറയാണ് ആർമിയോട്, "Be strong and courageous. Do not be afraid nor dismayed before the king of Assyria, nor before all the multitude that is with him. For there are more with us than with him. With him is the arm of flesh, but with us is the Lord our God to help us and to fight our battles. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ കൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട്." പ്രൈസ് ലോർഡ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു, ഹെസക്കിയ രാജാവ് പറയാണ് അവിടെ ശത്രുവിന് മാംസഭുജമേ ഉള്ളൂ. പക്ഷെ ശത്രു പറഞ്ഞു വരുന്ന ആർഗ്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12th and 13th വേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ശത്രു രാജാവ് സെനക്കെരീബ് രാജാവ് പറയാണ് മറ്റുള്ള പല ഡിഫറെൻറ്റ് നേഷൻസിനൊക്കെ അവരുടെ ദൈവങ്ങളൊക്കെ തകർത്തു. അപ്പോൾ അവിടെ ഒരു ജയമുണ്ട് ശത്രുവിന്. അപ്പോൾ ഈ എവിഡൻസ് വെച്ചിട്ട് ദൈവജനത്തിനെ ഭയപ്പെടുത്തുവാൻ നോക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശ്വാസി ജീവിതത്തിൽ നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ പറ്റും. നമ്മുടെ പല ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ് വെച്ചിട്ട് ദൈവത്തിന് അകറ്റുവാൻ ശത്രു ഇങ്ങനെ പല അടയാളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ ഹെസക്കിയ രാജാവ് പറഞ്ഞ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കാം. ആൻഡ് ആ കൈൻഡ് ഓഫ് റെസ്പോൺസ് നമുക്ക് എടുക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭുജമേ ഉള്ളൂ ശത്രുവിന്. ആ സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ദൈവമാണ്. നമ്മുടെ പല ഡിഫറെൻറ്റ് പരിമിതികളുടെ മധ്യത്തിലും ഹെൽപ്പ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള പാതയിൽ നടക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ചെറിയ സന്ദേശത്താൽ നമുക്കെല്ലാവർക്കും എഡിഫൈഡ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ ഹോപ്പ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക്സ്. അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാംസ് അവസാനിക്കുകയാണ്. അടുത്ത പ്രോഗ്രാം അധ്യക്ഷ സന്ദേശമാണ്. സാധാരണ എല്ലാവരും ഓടുന്നൊരു പരിപാടിയാണ് അധ്യക്ഷ സന്ദേശം. എന്നാൽ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ന് ദേവദാസനോട് കേട്ട വചനത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം എന്നെയും കുടുംബത്തെയും നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ഇന്ന് ദേവദാസൻ പറഞ്ഞ വചനങ്ങൾ കറക്റ്റാണ്. അത് ഓരോ യുവജനങ്ങളും, പ്രത്യേകിച്ച് ഇന്ന് യൂത്തിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 3 വർഷം മുമ്പ് ഞാൻ ഈ വചനങ്ങൾ കേട്ടെങ്കിൽ അത് എത്രത്തോളം എന്നെ അത് സ്വാധീനിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ദൈവം നടത്തിയ വഴികൾ ഞാൻ ഓർക്കുമ്പോൾ വ്യക്തമായി എനിക്ക് പറയാൻ സാധിക്കും, അറിയാത്ത വഴിയിൽ കൂടെ നടത്തുന്ന ദൈവം അത് സത്യമായ കാര്യമാണ്. ഞാൻ കടന്നുപോയിക്കൊണ്ട് വഴികളാണ്. അറിയാത്ത ദേശത്ത്, അറിയാത്ത സ്ഥലത്ത്, അറിയാത്ത ഭാഷക്കാരുടെ ഇടയിൽ സഹായിപ്പാൻ ആരുമില്ല, ബന്ധുജനങ്ങളിൽ ആരുമില്ല. എങ്കിലും ദൈവം അതിശയകരമായി ഞങ്ങളെ നടത്തുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾ കടന്നുപോയ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിൽ കഴിഞ്ഞ 5 മാസം, ഈ വർഷത്തിൻ്റെ ആരംഭ ദിവസം ജനുവരി 1 മുതൽ കഴിഞ്ഞ മാസം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദൈവം നമ്മൾ പണിയുന്ന ഒരു അനുഭവമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രതീക്ഷിക്കാത്ത ഇൻസിഡൻസൊക്കെ ഉണ്ടായി. എന്നാൽ അതിൻ്റെ മധ്യകാലം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും കഷ്ടതകൾ വന്നാലും അതിൻ്റെ മധ്യകാലം ദൈവം വഴിയൊരുക്കുന്നു എന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ അറിയുവാനിടയായി. കഴിഞ്ഞ 3 വർഷം മുമ്പാണ് ഞാൻ US പ്രദേശത്തേക്ക് കടന്നു പോകാനിട വന്നത്. എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിലേക്ക് പോകുന്നു, ദ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവിടെ പോയി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് നല്ലൊരു സാലറി ഉണ്ട്, നമുക്ക് നല്ല വരുമാനമുണ്ടെങ്കിലും അതിൻ്റെ തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ തന്നെ എക്സ്പെൻസസ് ഉണ്ട്. അതിനെപ്പറ്റി അറിയാവുന്നവർക്കറിയാം. അപ്പോൾ പലപ്പോഴും ചിന്തിച്ചു ഇതിനും പേര് നാട്ടിലിരുന്നാൽ മതിയായിരുന്നു, കുറച്ചെങ്കിലും നമുക്ക് സേവിങ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ കൂടുതലും നമുക്ക് നമ്മുടെ എന്താ പറയുക സാമ്പത്തികമായിരുന്നു മനസ്സിൽ നിറയെ. ഇതെങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ കുറച്ചൊരു പൈസ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, ഇവിടെ വന്ന് ജീവിച്ചിട്ട് എന്താണ് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, ഭൗതികമായ രീതിയിലൊക്കെ ഒരുപാട് ചിന്തിക്കാനിടയായി. ചിന്തിക്കുക മാത്രമല്ല ഒരുപാട് അതിനെപ്പറ്റി എന്താ പറയുക ഒരു ടെൻഷൻ അടിക്കുന്ന അനുഭവത്തിലും രാത്രി ഉറക്കത്തിലും ഇങ്ങനെ
ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും. കുറേ ചിന്തകളൊക്കെ അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ പോയി. ആ സമയത്താണ് ചർച്ചിലൊരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കാനിടയായി. ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്ന വചനങ്ങളാണെങ്കിൽ കൂടി ചില സമയത്ത് ചില വചനങ്ങൾ നമ്മൾ മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഓർപ്പിച്ചൊരു വചനമാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്നുള്ളത്. ആ വചനം വീണ്ടും ബലപ്പെടുത്തുവാനിടയായി. സാമ്പത്തികത്തെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മാറി, അതിനെക്കുറിച്ച് പ്ലാനിങ് എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞപ്പോൾ വലിയൊരു സമാധാനം ജീവിതത്തിൽ വരുവാനിടയായി. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർക്കുവാനിടയായി. മുമ്പൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ അറിയാവുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം ഉള്ളവരും. നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കടം വാങ്ങിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥകളുണ്ടായിരുന്നു. സാലറീനെ ഡിപ്പെൻഡ് ചെയ്ത് മാസാവസാനമാകുമ്പോൾ എപ്പോഴും ബാങ്കിൽ 0 ആയിരിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന അവസ്ഥകളുണ്ടായിരുന്നു. അന്നൊന്നും നാളെക്കുറിച്ച് നമുക്ക് സമ്പാദിക്കാനോ ചിന്തിക്കാനോ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് നമ്മളെ ജീവിപ്പിക്കാൻ നമ്മളെ ബലപ്പെടുത്തിയത് കർത്താവിലുള്ള വിശ്വാസം വന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ സ്ഥിതി മാറുമ്പോൾ, അവസ്ഥകൾ മാറുമ്പോൾ പലപ്പോഴും നമ്മൾ ആ വിശ്വാസം നമ്മൾ കൈവിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ വരുവാനിടയായി. വീണ്ടും ഒരിക്കൽ കൂടെ അത് കർത്താവിൽ ആശ്രയം വയ്ക്കുവാനും, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നതല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നതെന്ന് പറയുന്ന പോലെ വീണ്ടും ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുവാനിടയായി. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ സംഭവിച്ചു. സാമ്പത്തികമായിട്ട് മാറ്റങ്ങളൊന്നും വന്നില്ല, എങ്കിലും മനസ്സിൽ വളരെ സമാധാനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ വേറൊരു വിഷയം ദേവദാസനോട് ഒരു ദിവസം ഫാസ്റ്റിംഗ് പ്രയറിനിടയ്ക്ക് ഒരു സൺഡേ സർവീസിലോ ദേവദാസൻ കേട്ട മെസ്സേജ് എന്ന് മനസ്സിലടയായത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ നാട്ടിലായിരുന്നു, പാരൻസിൻ്റെ കൂടെയായിരുന്നു. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു US ഒരു അവസരം കിട്ടുമോ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ദൈവം ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രായത്തിൽ ഫാമിലിയായിട്ട് നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്താണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കണേ എന്നുള്ളതൊന്ന് മനസ്സിലാക്കണമെന്ന് ചിന്തിച്ചു. ആ സമയത്താണ് സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ ലക്ഷ്യമായിരിക്കാം, എങ്കിലും ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവം തരും. എന്നാൽ അതിലുപരിയായി ദൈവനാമത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവം നമ്മളെ കഴിഞ്ഞ നടത്തിയ നമ്മുടെ അനുഭവങ്ങൾ, ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ, അതെന്തും ആയിക്കോട്ടെ, പാടുവാനായിക്കോട്ടെ, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ, എന്തു തന്നെയായാലും ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുവാനിടയായി. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം അവിടുത്തെ ആയിരിക്കുന്ന സഭയോടുകൂടെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആലോചിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനിടയായി. അവിടെ പ്രസംഗിക്കുന്നൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി പ്രാർത്ഥിക്കാനായാലും, മ്യൂസിക് ടീമായാലും, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആയാലും സഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ അവിടെ എന്നെ അതിനുവേണ്ടി എന്നെ കേപ്പബിൾ ആക്കുന്നത്, ഞാൻ ചിന്തിക്കണം, മനസ്സിലാക്കുന്നത് ഞാൻ കടന്നുപോയ വഴികളാണ്. സൺഡേ സ്കൂളിൽ പഠിച്ച പാഠങ്ങൾ, PAPയുടെ അനുഭവങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനത്തെ പ്രോഗ്രാംസ് ആയാലും സൺഡേ സ്കൂളായാലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും പറയാനുള്ളത്, ഇതൊന്നും നമ്മളൊരു നഷ്ടമായി കാണരുത്, ഇതൊന്നൊരു വേസ്റ്റായി കാണരുത്. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ അറിയില്ല, പക്ഷേ നമ്മുടെ നാളെയുള്ള ജീവിതത്തിൽ നമ്മൾ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം നമുക്കറിയില്ല. ഇന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്നറിയില്ല, ഇന്നത്തെ സാഹചര്യങ്ങൾ അത് തന്നെ നമുക്ക് ഉണ്ടാവുമെന്നറിയില്ല. എന്നാൽ പാരൻസിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുമ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മളെ ബലപ്പെടുത്തുന്നത് ഇന്ന് നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ മനസ്സിലുള്ളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പാടുവാനായാലും, പ്രാർത്ഥിക്കാനായാലും, വചനം കേൾക്കുവാനായാലും, എന്തു തന്നെയായാലും ദൈവവചനത്തോട്, ദൈവവേലയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസരങ്ങൾ ഒരിക്കലും അത് വൃഥാവായി കാണരുത്. എപ്പോഴും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ ഞാനൊരു അനുഭവ സാക്ഷിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നത്. 3 വർഷം മുമ്പ് എനിക്കിങ്ങനെ പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ ഇന്ന് വ്യക്തമായി പറയാൻ കഴിയും. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട്. ഓരോരുത്തർ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയുണ്ട്. അതെന്തെന്ന് മനസ്സിലാക്കാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഒരു ദിവസം അത് വെളിപ്പെടുത്തും. ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദേവദാസനിൽ നിന്ന് കേട്ടതുപോലെ നിനക്ക് നടക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരും. അറിയാത്ത വഴി കൂടെ നമ്മൾ നടത്തും. ഇത് വെറും വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം അത് മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തിൽ അതിന് വേണ്ട അനുഗ്രഹങ്ങൾ തരും. ദൈവം അതിൽ കൂടെ നടത്തുമെന്ന് പൂർണ്ണ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. അധ്യക്ഷൻ്റെ നല്ല സന്ദേശത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു സമ്മാനം കൂടെ ഇവിടെ സ്പോൺസർ ചെയ്ത ഒരാളുണ്ട്. അത് അമേരിക്കയിൽ നിന്നാണ്. നമ്മുടെ ഈ ലൈവ് സ്ട്രീം അത് പല നിലയിലാണ് പ്രയോജനമാകുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലല്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മെർവിൻ്റെ ഇളയ മോനെ അബ്രഹാം
അവരിങ്ങനെ തലവലിക്ക് ഇരിക്കുക. അബ്രഹാം നമ്മുടെ PYPക്ക് ഒരു പാട്ട് തുടങ്ങിയാണ് PYP ആരംഭിച്ചത്. ഓർക്കുന്നുണ്ട്? എന്നത്തെ PYP എന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഈ PYP മീറ്റിംഗ് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് ഞാൻ ബാഴ്സണയിൽ ചെന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ ആൾ വിളിച്ചു. അത് മറ്റാരുമല്ല, മോളി ആൻറ്റിയുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവാണ് റവറൻഡ് ജോൺ തോമസ്. അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ആ കുഞ്ഞാരാ? ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം അങ്ങോട്ട് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു, ഞാൻ വരുമ്പോൾ അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചർച്ചിൻ്റെ എല്ലാ പ്രോഗ്രാംസും, അഥവാ സൺഡേ സർവീസ് ആണെങ്കിൽ PYP ആണെങ്കിലും ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ ലോകം മുഴുവൻ പോകുന്നു, ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നു. നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ഇവിടെ സെക്രട്ടറി ഇപ്പോൾ അതിൻ്റെ പരിഭവം പറഞ്ഞത് ശ്രദ്ധിച്ചോ? കുഞ്ഞുങ്ങൾ മാത്രമല്ല, സ്നാനപ്പെടാനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആളുകളിവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ പ്രോഗ്രാമിലേക്ക് കാണുന്നില്ല. ഒരു വാർഷികത്തിന് വേണ്ടി മാത്രമുള്ളവരാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ കുറേ കൂടെ മെച്യൂറായിട്ടുള്ള ആളുകൾ ഈ PYPയിലൊക്കെ ആക്റ്റീവായിട്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യണം. അനീഷ് ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റൊക്കെ നടത്തിയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത്രയും ആളുകളുള്ളപ്പോൾ ഇനി ഇടയൻ്റെ ശബ്ദം കേൾക്കാൻ ടെസ്റ്റ് വേണ്ട. അപ്പോൾ ഒരു പാട്ട് വല്ലതൊക്കെ ആണെങ്കിൽ പിന്നെ വല്ലപ്പോഴുമൊക്കെ പിന്നെ ആകാമെന്ന് കണ്ടു. അതുകൊണ്ടാണ് പിന്നെ ഞാനതിൽ നിന്നങ്ങ് മാറിയത്. കാരണം ഇല്ലാത്ത ആണെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്ക് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഉള്ളവർ നിങ്ങളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം നേരത്തെ മിഥുൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ അവരുടെ ചർച്ചിൽ പലതും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ വാർഷികത്തിൻ്റെ പല പ്രോഗ്രാംസും പലരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പലരും എന്നെ വിളിച്ചു, അതിലൊക്കെ ഒത്തിരി അഭിനന്ദനം പറയാനിടയായി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസൊക്കെ നന്നായി ചെയ്യുക. ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്, സമ്മാനം മേടിക്കുക എന്നുള്ള മനോഭാവത്തിലല്ല, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നന്നായി ചെയ്യുക. ഇന്ന് ഇത് സ്പോൺസർ ചെയ്ത റവറൻഡ് ജോൺ തോമസ് അവറുകളാണ്. ആമേൻ. ഇപ്പോൾ അബ്രാം മുന്നോട്ട് വന്ന് ഈ അവാർഡ് വാങ്ങുന്നതായിരിക്കും. നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്തേ. അടങ്ങിയിരിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്മാരെയൊക്കെ വഴക്ക് പറഞ്ഞാലും നല്ല കുഞ്ഞുങ്ങളാണ്, വലിയ സ്നേഹമാണ്. പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കുടി വന്ന നിമിഷം മുതൽ അവിടുത്തെ സാന്നിധ്യം ഇത്രത്തോളം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നത് കൊണ്ട് സ്തോത്രം. സഭായോഗം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. അതിനുശേഷം PYP മീറ്റിംഗായി കൂടുവാനിടയായി. ഇതിൻ്റെ അധ്യക്ഷത വഹിപ്പാൻ പ്രിയ മിഥുനെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ആമേൻ. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഓർപ്പിച്ചു. കർത്താവിൻ്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലാത്തതിനായി സ്തോത്രം. പ്രേജോഷിച്ചാനെ പിന്നിട്ട വഴികൾ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർപ്പിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. ഓരോ പ്രോഗ്രാംസ് നിർവഹിച്ച എല്ലാവരെയും പേരുപേരായി ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം ഇവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ PYP പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ. നേതൃത്വം കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണമേ. PYPയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ പുത്രീയ സംഘടനകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിലൂടെ എല്ലാം അവരുടെ ആത്മീയ വളർച്ച ലക്ഷ്യം വെച്ചാകയാൽ കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നീണ്ടപ്പെട്ട കരങ്ങളെ ദൈവം ഇവിടുന്ന് മാനിക്കണം. ഇവിടുത്തെ രാജ്യത്തിൻ്റെ കെട്ടുമണി കാരണമായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളിപ്പോൾ സമാധാനത്തോട് പിരിയട്ടെ. അവിടുത്തെ വരവോളം ഞങ്ങളെ ഒരുക്കണം. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. തമ്മിൽ കാണുവോളം ഇമ്മാനുവേലിൻ്റെ ചെറുകിടയിൽ മറയ്ക്കും. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നീ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃ പരിശുദ്ധാത്മത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൂട്ടായ്മേ കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈൻ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ഈ പകൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ.